ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC വിൻസോൺ. വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാർച്ച് 23 മുതൽ മാർച്ച് 31 വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കാം. JC ഡാനിയലിന്റെ പ്രതിമ സ്ഥാപിതമാകുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ. JC ഡാനിയലിന്റെ പ്രതിമ സ്ഥാപിതമാകുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ. തിരുവനന്തപുരത്താണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം. കണ്ണൂർ ജില്ലയിലാണ് കണ്ണപുരം. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം. 2024 അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലുണ്ടായ സംഭവം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. 2024 അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലുണ്ടായ സംഭവമാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. കേരള കാർഷിക സർവകലാശാലയുടെ വൈൻ ബ്രാൻഡ് നിള. കേരള കാർഷിക സർവകലാശാലയുടെ വൈൻ ബ്രാൻഡ് നിള. സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് 2025 അർഹനായത് ഗുണ്ടർ ബ്ലോസ്റ്റിൽ. സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് 2025 അർഹനായത് ഗുണ്ടർ ബ്ലോസ്റ്റിൽ. 2025 മാർച്ചിൽ UK ഗവൺമെന്റിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ഇന്ത്യൻ ചലച്ചിത്ര നടൻ ചിരഞ്ജീവി. 2025 മാർച്ചിൽ UK ഗവൺമെന്റിന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയ ഇന്ത്യൻ ചലച്ചിത്ര നടനാണ് ചിരഞ്ജീവി. 2025 BFI ഫെലോഷിപ്പിന് അർഹനായത് ടോം ക്രൂയിസ്. 2025 BFI ഫെലോഷിപ്പിന് അർഹനായത് ടോം ക്രൂയിസ്. സർപ്പ മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ ടൊവിനോ തോമസ്. സർപ്പ മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ടൊവിനോ തോമസ്. സംരംഭങ്ങൾക്ക് ചെലവ് കുറഞ്ഞ ക്ലൗഡ് സേവനം നൽകുന്നതിനായി ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് അവതരിപ്പിച്ച AI ക്ലൗഡ് വായു. സംരംഭങ്ങൾക്ക് ചിലവ് കുറഞ്ഞ ക്ലൗഡ് സേവനം നൽകുന്നതിനായി ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് അവതരിപ്പിച്ച AI ക്ലൗഡാണ് വായു. 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാനുള്ള പദ്ധതി ആവിഷ്കരിക്കുന്ന സംസ്ഥാനം കർണാടക. 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാനുള്ള പദ്ധതി ആവിഷ്കരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക. അടുത്തിടെ തമിഴ്നാട്ടിൽ സർ ജോൺ ഹ്യൂബർട്ട് മാർഷലിന്റെ പ്രതിമ സ്ഥാപിതമായത് ചെന്നൈ. അടുത്തിടെ തമിഴ്നാട്ടിൽ സർ ജോൺ ഹ്യൂബർട്ട് മാർഷലിന്റെ പ്രതിമ സ്ഥാപിതമായത് ചെന്നൈ. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം ഗ്ലേഷ്യർ പ്രിസർവേഷൻ. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയമാണ് ഗ്ലേഷ്യർ പ്രിസർവേഷൻ. 2025 അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. 2025 അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയമാണ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. 2025 IPL ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു. 2025 IPL ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്ന ടീമുകളാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു. 2025 മാർച്ചിൽ അന്തരിച്ച ലോക പ്രശസ്ത ബോക്സിംഗ് താരം ജോർജ് ഫോർമാൻ. 2025 മാർച്ചിൽ അന്തരിച്ച ലോക പ്രശസ്ത ബോക്സിംഗ് താരമാണ് ജോർജ് ഫോർമാൻ. നടൻ മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായി എത്തിയ ലഹരി വിരുദ്ധ ഹ്രസ്വചിത്രം യോദ്ധാവ്. നടൻ മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായി എത്തിയ ലഹരി വിരുദ്ധ ഹ്രസ്വചിത്രമാണ് യോദ്ധാവ്. 2025 മാർച്ചിൽ പുതിയ ഇനം പവിഴജീവികളുടെ ആവാസ മേഖല കണ്ടെത്തപ്പെട്ട ജില്ല തിരുവനന്തപുരം. 2025 മാർച്ചിൽ പുതിയ ഇനം പവിഴജീവികളുടെ ആവാസ മേഖല കണ്ടെത്തപ്പെട്ട ജില്ലയാണ് തിരുവനന്തപുരം. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് വിനോദ് കുമാർ ശുക്ല. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് വിനോദ് കുമാർ ശുക്ല. ടുണീഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി സാറ സാഫ്രാനി. ടുണീഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി സാറ സാഫ്രാനി. സിലഹല്ല പമ്പ് സ്റ്റോറേജ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് നിലവിൽ വരുന്നത് തമിഴ്നാട്. സിലഹല്ല പമ്പ് സ്റ്റോറേജ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് നിലവിൽ വരുന്നത് തമിഴ്നാട്. റൈസിന ഡയലോഗിന്റെ 10ാം പതിപ്പിന് വേദിയായത് ന്യൂഡൽഹി. റൈസിന ഡയലോഗിന്റെ 10ാം പതിപ്പിന് വേദിയായത് ന്യൂഡൽഹി. IPLലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയ മലയാളി വിഘ്നേഷ് പുത്തൂർ. IPLലെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയ മലയാളിയാണ് വിഘ്നേഷ് പുത്തൂർ. IPLലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം സ്കോർ സൺറൈസേഴ്സ് ഹൈദരാബാദ്. IPLലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ടീം സ്കോർ സൺറൈസേഴ്സ് ഹൈദരാബാദ്. IPL കളിച്ച ആദ്യ ട്രൈബൽ താരം റോബിൻ മിൻസ്. IPL കളിച്ച ആദ്യ ട്രൈബൽ താരമാണ് റോബിൻ മിൻസ്. 2025 ചൈനീസ് ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത് ഓസ്കാർ പിയാസ്ട്രി. 2025 ചൈനീസ് ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത് ഓസ്കാർ പിയാസ്ട്രി. 2025 മാർച്ചിൽ അന്തരിച്ച നാടക പ്രവർത്തകനും കാഥികനുമായ വ്യക്തി
അയിലം ഉണ്ണികൃഷ്ണൻ. 2025 മാർച്ചിൽ അന്തരിച്ച നാടക പ്രവർത്തകനും കാഥികനുമായ വ്യക്തി അയിലം ഉണ്ണികൃഷ്ണൻ. UGCയുടെ കാറ്റഗറി ഗ്രേഡ് ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സർവകലാശാല MG യൂണിവേഴ്സിറ്റി. UGCയുടെ കാറ്റഗറി ഗ്രേഡ് ലഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സർവകലാശാലയാണ് MG യൂണിവേഴ്സിറ്റി. പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതി ഗോത്രജീവിക. പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഗോത്രജീവിക. 2025 മാർച്ചിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തപ്പെട്ട കേരളത്തിലെ പ്രദേശം മലമ്പുഴ. 2025 മാർച്ചിൽ മഹാശില നിർമ്മിതികൾ കണ്ടെത്തപ്പെട്ട കേരളത്തിലെ പ്രദേശമാണ് മലമ്പുഴ. ഈ മാലിന്യത്തിൽ നിന്ന് ധാതുക്കൾ വേർതിരിക്കുന്ന പദ്ധതി അർബൻ മൈനിങ്. ഈ മാലിന്യത്തിൽ നിന്ന് ധാതുക്കൾ വേർതിരിക്കുന്ന പദ്ധതിയാണ് അർബൻ മൈനിങ്. 2025 മാർച്ചിൽ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേഠ്. 2025 മാർച്ചിൽ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേഠ്. ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അശോക് സിംഗ് താക്കൂർ. ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അശോക് സിംഗ് താക്കൂർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യ പരിശീലകൻ ഡേവിഡ് കാട്ടാള. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മുഖ്യ പരിശീലകൻ ഡേവിഡ് കാട്ടാള. 2025 മാർച്ചിൽ ദക്ഷിണ കൊറിയയുടെ ആക്ടിംഗ് പ്രസിഡന്റായി വീണ്ടും ചുമതലയേറ്റത് ഹാൻ ഡക് സുൻ. 2025 മാർച്ചിൽ ദക്ഷിണ കൊറിയയുടെ ആക്ടിംഗ് പ്രസിഡന്റായി വീണ്ടും ചുമതലയേറ്റത് ഹാൻ ഡക് സുൻ. 2025 സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹനായത് RK ശ്രീറാംകുമാർ. 2025 സംഗീത കലാനിധി പുരസ്കാരത്തിന് അർഹനായത് RK ശ്രീറാംകുമാർ. സംസ്ഥാനത്തെ എല്ലാ ക്ഷയരോഗികളെയും സർക്കാർ ദത്തെടുത്ത് സമഗ്രമായ ശ്രദ്ധയും കരുതലും ഉറപ്പാക്കുന്ന സംസ്ഥാനം മേഘാലയ. സംസ്ഥാനത്തെ എല്ലാ ക്ഷയരോഗികളെയും സർക്കാർ ദത്തെടുത്ത് സമഗ്രമായ ശ്രദ്ധയും കരുതലും ഉറപ്പാക്കുന്ന സംസ്ഥാനമാണ് മേഘാലയ. 2025 മാർച്ചിൽ ഫിറ്റ് ഇന്ത്യ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയുഷ്മാൻ ഖുറാന. 2025 മാർച്ചിൽ ഫിറ്റ് ഇന്ത്യ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയുഷ്മാൻ ഖുറാന. അടുത്തിടെ പൊട്ടിത്തെറിച്ച ലെവോട്ടോബി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. അടുത്തിടെ പൊട്ടിത്തെറിച്ച ലെവോട്ടോബി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. വനിതകളുടെ 35 കിലോമീറ്റർ റേസ് വാക്കിൽ ദേശീയ റെക്കോർഡ് നേടിയത് പ്രിയങ്ക ഗോസ്വാമി. വനിതകളുടെ 35 കിലോമീറ്റർ റേസ് വാക്കിൽ ദേശീയ റെക്കോർഡ് നേടിയത് പ്രിയങ്ക ഗോസ്വാമി. വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യ സർവകലാശാല ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി. വിദ്യാർത്ഥികൾക്ക് നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കുന്ന രാജ്യത്തെ ആദ്യ സർവകലാശാലയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഡിൽമ വാന റൂസഫ്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഡിൽമ വാന റൂസഫ്. അടുത്തിടെ ബാങ്ക് ഓഫ് ബറോഡ അവതരിപ്പിച്ച സേവിങ്സ് അക്കൗണ്ട് BOB ഗ്ലോബൽ വിമൻ NRE ആൻഡ് NRO. അടുത്തിടെ ബാങ്ക് ഓഫ് ബറോഡ അവതരിപ്പിച്ച സേവിങ്സ് അക്കൗണ്ട് BOB ഗ്ലോബൽ വിമൻ NRE ആൻഡ് NRO. 2025 25,000 വർഷം പഴക്കമുള്ള മാമത്ത് ശേഷിപ്പുകൾ കണ്ടെത്തപ്പെട്ട രാജ്യം ഓസ്ട്രിയ. 2025 25,000 വർഷം പഴക്കമുള്ള മാമത്ത് ശേഷിപ്പുകൾ കണ്ടെത്തപ്പെട്ട രാജ്യമാണ് ഓസ്ട്രിയ. 2025 കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യ. 2025 കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യ. 2025 വനിതാ ഏകദിന ലോകകപ്പ് വേദി ഇന്ത്യ. 2025 വനിതാ ഏകദിന ലോകകപ്പ് വേദിയാകുന്നത് ഇന്ത്യ. ഗാബ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഓസ്ട്രേലിയ. ഗാബ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഓസ്ട്രേലിയ. 2025 50ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തി വയലാർ രാമവർമ്മ. 2025 50ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തി വയലാർ രാമവർമ്മ. സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം നാലുചിറപ്പാലം. സംസ്ഥാനത്തെ ആദ്യത്തെ എക്സ്ട്രാ ഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം നാലുചിറപ്പാലം. ബെലാറസിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത് അലക്സാണ്ടർ ലുക്കാഷെങ്കോ. ബെലാറസിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത് അലക്സാണ്ടർ ലുക്കാഷെങ്കോ. 2025 പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് സഞ്ജയ് കുമാർ മിശ്ര. 2025 പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് സഞ്ജയ് കുമാർ മിശ്ര. പൂർമ്മം എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് KGS. പൂർമ്മം എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ്
KGS. ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത് 2025 മാർച്ച് 26. ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയത് 2025 മാർച്ച് 26. പൗരസേവനങ്ങൾക്കായി സാരഥി എന്ന AI ചാറ്റ്ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനം ഹരിയാന. പൗരസേവനങ്ങൾക്കായി സാരഥി എന്ന AI ചാറ്റ്ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനം ഹരിയാന. കുട്ടികൾക്കായുള്ള കവിതകളും പ്രാസങ്ങളും പുനഃസ്ഥാപിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ആരംഭിക്കുന്ന പരിപാടി ബാൽപൻ കി കവിത. കുട്ടികൾക്കായുള്ള കവിതകളും പ്രാസങ്ങളും പുനഃസ്ഥാപിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് ആരംഭിക്കുന്ന പരിപാടി ബാൽപൻ കി കവിത. 2025 സെപക് താക്രോ ലോകകപ്പിന്റെ വേദി ബീഹാർ. 2025 സെപക് താക്രോ ലോകകപ്പിന്റെ വേദിയാകുന്നത് ബീഹാർ. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം സുമീത് റെഡ്ഡി. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാണ് സുമീത് റെഡ്ഡി. അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. അന്താരാഷ്ട്ര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള വയസ്സ് 6 ആക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. 2026-27 അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള വയസ്സ് 6 ആക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. മധുരിലെ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഫോട്ടോ ബുക്ക് നമോ ഗണപ. മധുരിലെ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഫോട്ടോ ബുക്ക് നമോ ഗണപ. രാജ്യത്തെ ഗ്രാമീണ യുവാക്കളെയും സ്ത്രീകളെയും ശാക്തീകരിക്കുന്നതിനായി ഗ്രാമവികസന മന്ത്രാലയവുമായി കരാർ ഒപ്പുവെച്ചത് യൂണിസെഫ് യുവാക്. രാജ്യത്തെ ഗ്രാമീണ യുവാക്കളെയും സ്ത്രീകളെയും ശാക്തീകരിക്കുന്നതിനായി ഗ്രാമവികസന മന്ത്രാലയവുമായി കരാർ ഒപ്പുവെച്ചത് യൂണിസെഫ് യുവാക്. 2025 മാർച്ചിൽ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജീവ് ഗൌബ. 2025 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ജഗദീഷ്. 2025 പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ജഗദീഷ്. ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും എന്നാൽ ഓസ്കാറിൽ മത്സരിക്കുകയും ചെയ്ത പ്രശസ്ത ചിത്രം സന്തോഷ്. ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും എന്നാൽ ഓസ്കാറിൽ മത്സരിക്കുകയും ചെയ്ത പ്രശസ്ത ചിത്രം സന്തോഷ്. കൃത്യമായ വിളഡാറ്റ ശേഖരണം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനം ഡിജിറ്റൽ ക്രോപ്പ് സർവേ. കൃത്യമായ വിളഡാറ്റ ശേഖരണം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. 2025 ഹൂറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത് ഇലോൺ മസ്ക്. 2025 ഹൂറൂൺ ആഗോള സമ്പന്ന പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ളത് ഇലോൺ മസ്ക്. പ്രജന്റ് ലഘുയുദ്ധ ഹെലികോപ്റ്റർ വികസിപ്പിച്ചത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. പ്രജന്റ് ലഘുയുദ്ധ ഹെലികോപ്റ്റർ വികസിപ്പിച്ചത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. പ്രജന്റ് പ്രഹാർ 2025 വേദി അരുണാചൽ പ്രദേശ്. പ്രജന്റ് പ്രഹാർ 2025 വേദി അരുണാചൽ പ്രദേശ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് മുണ്ടക്കൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് മുണ്ടക്കൽ. അടുത്തിടെ ലേലത്തിൽ വിറ്റുപോയ ഹൈദരാബാദ് നൈസാം മഹബൂബ് അലിഖാൻ അസഫ്ജ ആറാമിന്റെ ചിത്രം വരച്ചത് രാജ രവിവർമ്മ. അടുത്തിടെ ലേലത്തിൽ വിറ്റുപോയ ഹൈദരാബാദ് നൈസാം മഹബൂബ് അലിഖാൻ അസഫ്ജ ആറാമിന്റെ ചിത്രം വരച്ചത് രാജ രവിവർമ്മ. കേരളത്തിലെ തൊഴിലുറപ്പ് വേതനം 369. കേരളത്തിലെ തൊഴിലുറപ്പ് വേതനം 369. 2025 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിക്കുന്ന ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക്. 2025 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിക്കുന്ന ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക്. 2025 മാർച്ച് 25 ഭൂകമ്പം ബാധിച്ച രാജ്യങ്ങൾ മ്യാൻമർ, തായ്ലൻഡ്. 2025 മാർച്ച് 25 ഭൂകമ്പം ബാധിച്ച രാജ്യങ്ങളാണ് മ്യാൻമർ, തായ്ലൻഡ്. 2025 ഭൂകമ്പം ബാധിച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ബ്രഹ്മ. 2025 ഭൂകമ്പം ബാധിച്ച മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ബ്രഹ്മ. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തേയില കയറ്റുമതിയിൽ ഒന്നാമതുള്ളത് കെനിയ. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തേയില കയറ്റുമതിയിൽ ഒന്നാമതുള്ളത് കെനിയ. 2025 ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി തായ്ലൻഡ്. 2025 ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി തായ്ലൻഡ്. അടുത്തിടെ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് നേടിയത് ഗുരീന്ദർ വീർ സിംഗ്. അടുത്തിടെ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് നേടിയത് ഗുരീന്ദർ വീർ സിംഗ്. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഹരിയാന. 2025 ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഹരിയാന.
2026-27 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷത്തേക്കാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. 2026-27 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷത്തേക്കാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും ബന്ധപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ നൽകുന്ന പുതിയ സംരംഭം ഏബിൾ പോയിന്റ്. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും ബന്ധപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ നൽകുന്ന പുതിയ സംരംഭത്തിന്റെ പേരാണ് ഏബിൾ പോയിന്റ്. വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ സഹായിക്കാൻ നോർക്ക അവതരിപ്പിച്ച പദ്ധതി ശുഭയാത്ര. വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ സഹായിക്കാൻ നോർക്ക അവതരിപ്പിച്ച പദ്ധതിയുടെ പേരാണ് ശുഭയാത്ര. സർക്കാർ മേഖലയിൽ ആദ്യമായി ക്യാൻസറിന് റോബോട്ടിക് പീഡിയാട്രിക് സർജറി നടത്തിയത് RCC തിരുവനന്തപുരം. സർക്കാർ മേഖലയിൽ ആദ്യമായി ക്യാൻസറിന് റോബോട്ടിക് പീഡിയാട്രിക് സർജറി നടത്തിയത് RCC തിരുവനന്തപുരം. 2025 സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായി ചുമതലയേറ്റത് സംഗീത വിശ്വനാഥൻ. 2025 സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായി ചുമതലയേറ്റത് സംഗീത വിശ്വനാഥൻ. 2025 പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായത് നിധി തിവാരി. 2025 പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായത് നിധി തിവാരി. 2025 ആബേൽ പുരസ്കാരത്തിന് അർഹനായത് മസാക്കി കാഷിവാര. 2025 ആബേൽ പുരസ്കാരത്തിന് അർഹനായത് മസാക്കി കാഷിവാര. സ്ത്രീകളെ നിർബന്ധിത കന്യകാത്വ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് മൗലികാവകാശ ലംഘനമാണെന്ന് പ്രഖ്യാപിച്ച കോടതി ഛത്തീസ്ഗഡ് ഹൈക്കോടതി. സ്ത്രീകളെ നിർബന്ധിത കന്യകാത്വ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് മൗലികാവകാശ ലംഘനമാണെന്ന് പ്രഖ്യാപിച്ച കോടതി ഛത്തീസ്ഗഡ് ഹൈക്കോടതി. ഇന്റർനാഷണൽ ഡേ ഓഫ് സീറോ വേസ്റ്റ് 2025 പ്രമേയം ടുവാർഡ്സ് സീറോ വേസ്റ്റ് ഇൻ ഫാഷൻ ആൻഡ് ടെക്സ്റ്റൈൽസ്. ഇന്റർനാഷണൽ ഡേ ഓഫ് സീറോ വേസ്റ്റ് 2025 പ്രമേയം ടുവാർഡ്സ് സീറോ വേസ്റ്റ് ഇൻ ഫാഷൻ ആൻഡ് ടെക്സ്റ്റൈൽസ്. അടുത്തിടെ ജങ്ക് ഫുഡ് വിൽപ്പന സ്കൂളുകളിൽ നിരോധിച്ച രാജ്യം മെക്സിക്കോ. അടുത്തിടെ ജങ്ക് ഫുഡ് വിൽപ്പന സ്കൂളുകളിൽ നിരോധിച്ച രാജ്യം മെക്സിക്കോ. അടുത്തിടെ പുതിയ കറൻസി ചിഹ്നം പുറത്തിറക്കിയ രാജ്യം UAE. അടുത്തിടെ പുതിയ കറൻസി ചിഹ്നം പുറത്തിറക്കിയ രാജ്യം UAE. 2025 പ്രവർത്തനം അവസാനിപ്പിച്ച യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ നിരീക്ഷണ ദൗത്യം ഗയ. 2025 പ്രവർത്തനം അവസാനിപ്പിച്ച യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ നിരീക്ഷണ ദൗത്യം ഗയ. താഷ്കന്റ് ഓപ്പൺ ചെസ് ടൂർണമെന്റ് 2025 ജേതാവായത് നിഹാൽ സരീൻ. താഷ്കന്റ് ഓപ്പൺ ചെസ് ടൂർണമെന്റ് 2025 ജേതാവായത് നിഹാൽ സരീൻ.